തൃശൂർ പോട്ടയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതി പിടിയിൽ. ചാലക്കുടി സ്വദേശി റിജു ആന്റണിയാണ് പിടിയിലായത്. 10 ലക്ഷം രൂപ കണ്ടെടുത്തു. കൊള്ള കൃത്യമായ ആസൂത്രണത്തിലൂടെയെന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്ക് 40 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. കടം വീട്ടാനാണ് കവർച്ച നടത്തിയത്. കേസിൽ ഷൂവിന്റെ നിറം നിർണായകമായെന്നും പോലീസ് പറഞ്ഞു. വളരെ കരുതലോടെ മുൻകൂട്ടി വെൽ പ്ലാൻഡ്. ഇനി അയാൾ ചെയ്ത പരിപാടി, വാഹനത്തിന്റെ റിയർ വ്യൂ മിററുണ്ട്, റിയർ വ്യൂ മിറർ രണ്ടും അയാൾ മുൻകൂട്ടി ഊരി വെച്ചിട്ട് ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ്, മൂന്നാമത്തെ ഡ്രസ്സ്. രണ്ടാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു, ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി, ഫിംഗർ പിടിക്കാതിരിക്കാൻ വേണ്ടി, ഒരു തരത്തിലുള്ള ഐഡന്റിഫിക്കേഷനും കിട്ടാതിരിക്കാൻ വേണ്ടി. എല്ലാവർക്കും അറിയാം, അയാൾ പറയുന്നു കണ്ണിന്റെ റെറ്റിന ഐഡന്റിഫിക്കേഷൻ, വിരലിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡന്റിഫിക്കേഷൻ, വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത്. ഡ്രസ്സ് ഐഡന്റിഫിക്കേഷൻ അയാൾ ആദ്യം ഇട്ട ഡ്രസ്സല്ല, അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി, രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തതുവരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രെയിറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ബാങ്കിൽ നേരത്തെ നല്ല ധാരണയുണ്ട്, അയാൾ ബാങ്കിൽ വന്നു. നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയുന്നു, ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു. CCTV ക്യാമറ ഇല്ല. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് പ്രതി കൊള്ള നടത്തിയത് എന്നാണ് ഡിവൈഎസ്പി പറയുന്നത്. കെ അഖിൽ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അഖിൽ, വസ്ത്രം മാറുന്നതിൽ, ഗ്ലൗസ് അടക്കം മാറുന്നതിൽ എല്ലാം കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഷൂവിന്റെ നിറത്തിൽ പോലീസ് പിടികൂടിയിരിക്കുന്നു. എങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്? സ്നേഹ, വളരെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് പോലീസ്, അതായത് ഒരു മുഖം പോലും ഇല്ലാത്തൊരു കേസന്വേഷണം, അത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ, വേറെ വെല്ലുകളിൽ നിന്നൊരു കേസന്വേഷണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പോലീസ് അതിലെ ആ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളേറെ പ്രധാനപ്പെട്ട കാര്യം. അത് പറയേണ്ടതാണ്. കാരണം ഈ പ്രതിക്കൊരു ആദ്യഘട്ടം മുതൽ തന്നെ ഒരു മുഖമുണ്ടായിരുന്നില്ല. ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് പോലും കൃത്യമായി ലഭിച്ചിരുന്നില്ല. കാരണം അത് വ്യാജമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ യാതൊരു തെളിവുമില്ലാതെ CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, അതിൽ നിന്നും ചില വളരെ മൈന്യൂട്ടായിട്ട്, അതായത് ഒരുപക്ഷെ പലരും ശ്രദ്ധിക്കപ്പെട്ടു പോകുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അത് കൃത്യമായി തന്നെ ഒരു വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെ അഭിനന്ദനകരമായ ഒരു കാര്യം തന്നെയാണ് കേരള പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഒരു പൊന്തുവൽ കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് അറിയാം, അതായത് ആദ്യഘട്ടം മുതൽ തന്നെ പലതരത്തിലുള്ള, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ മാറ്റിവെക്കാനുള്ള, അല്ലെങ്കിൽ ഈ സംഭവത്തെ എല്ലാവരെയും കബളിപ്പിക്കാൻ, പോലീസിനടക്കം കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രതി ഇതിൽ ചെയ്തു വെച്ച് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ മോഷണം നടക്കും, നമുക്കെല്ലാവർക്കും അറിയാം, 14-ാം തീയതി 2 മണിയോട് കൂടിയാണ്. 2 മണിയോട് കൂടി തന്നെ വെറും 2 മിനിറ്റ്, അതായത് 3 മിനിറ്റിൽ 2 മിനിറ്റിനും 3 മിനിറ്റിനിടയിലുള്ള സമയത്തിനുള്ളിൽ തന്നെ പ്രതി ആ കവർച്ച നടത്തി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബാങ്ക് കൊള്ള നടത്തി പോയിരിക്കുന്നു. അതിനുശേഷം പ്രതി നേരെ ആദ്യം പോയത് എറണാകുളം ഭാഗത്തേക്കാണ്. അവിടെ ഈ കൊരട്ടി വരെ പോയി വീണ്ടും കൊരട്ടിയിൽ നിന്നും തിരിഞ്ഞ് പ്രതി റോഡ് കയറി ഈ ദേശീയപാതയിലേക്ക് വീണ്ടും എത്തുന്നു. അതിനുശേഷം പേരാമ്പ്രത്ത് വീണ്ടും തിരിഞ്ഞു. അങ്ങനെ റോഡുകൾ കേന്ദ്രീകരിച്ച് പലതവണ പോകുന്നു. ഈ റോഡുകളിലേക്ക് പോയ സമയത്ത് പ്രതി 3 തവണ വസ്ത്രം മാറിയിട്ടുണ്ട്. അതായത് ഈ കോട്ട് ധരിച്ചാണ് പ്രതി ആദ്യം ഈ മോഷണം നടത്തിയ ശേഷം പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം അവിടെ വസ്ത്രം മാറുന്നു. ഒരു ബനിയൻ മാത്രം, അതായത് കോട്ട് ഒരു സ്ഥലത്ത് വെച്ച് ഊരി കളഞ്ഞ ശേഷം ബനിയൻ മാത്രം ഇട്ട് പ്രതി സഞ്ചരിക്കുന്നു. അത് മാത്രം ഇട്ട് സഞ്ചരിക്കുന്നു. അപ്പോഴും ഈ ഹെൽമെറ്റ് എവിടെയും പ്രതി ഊരിയിരുന്നില്ല, എവിടെയും മാസ്ക് ഊരിയിരുന്നില്ല എന്നുള്ള. അതിലേറെ നിർണായകമായത് എന്ന് പറയുന്നത് എൻഡോർക്ക് ബൈക്കിലാണെങ്കിൽ പോലും ഈ ഷൂ പലപ്പോഴും പ്രതി ഇത് മാറിയെങ്കിലും ഈ ഷൂവിലുള്ള ഒരു നിറം അത് പോലീസ് കൃത്യമായി നോട്ട് ചെയ്തിരുന്നു. അത് പോലീസിന് നിർണായകമായി അതിലൊരു കണ്ടെത്തി. അതിൽ ഏറ്റവും നിർണായകമായത് പോലീസിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണമാണ്. അതായത് ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. അതായത് ഈ പ്രതി സഞ്ചരിച്ച അല്ലെങ്കിൽ വണ്ടി പോയ സ്ഥലങ്ങളിൽ CCTV-കൾ ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഈ ലൊക്കേഷൻ കൂടി, അതായത് ആ സ്ഥലത്തുള്ള ആളുകളുടെ ഒരു ലൊക്കേഷൻ എടുത്തു. അതിനുശേഷം ആ ലൊക്കേഷനിൽ സഞ്ചരിച്ച, അതായത് അല്ലെങ്കിൽ പ്രതി പോയിരിക്കാവുന്ന സ്ഥലങ്ങളിൽ കൂട്ടുമ്പോൾ ആ മൊബൈൽ ലൊക്കേഷൻ ഒത്തു നോക്കിയതിന് ശേഷം അതിൽ ഈ എൻഡോർക്ക് ബൈക്കിൽ ചെയ്തത് CCTV അതിനൊപ്പം തന്നെ ചേർത്ത് വെച്ച് അതേ സമയത്തിൽ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇതിലേക്ക് നിർണായകമായി പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഒരു ഘട്ടത്തിലും ഇതിലൊരു മുഖമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറും ഈ CCTV തെളിവുകൾ മാത്രമായിരുന്നു. അതിലേക്ക് പിന്നീട്, അതായത് അപ്പോൾ കൃത്യമായി ഏകദേശം ഒരു രൂപരേഖ ലഭിച്ചപ്പോൾ മുൻപ് തന്നെ ഈ 3-4 ദിവസം മുമ്പ്, അതായത് 15 ദിവസം മുമ്പുള്ള CCTV-കൾ, ബാങ്കിന്റെ CCTV
വന്നിരുന്നു. അതിൽ വന്ന ആളുകളെയൊക്കെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൽ ഈ പ്രതി എത്തിയിരിക്കുന്നു, അതായത് ബാങ്കിലേക്ക് എത്തിയതും ബാങ്കിന്റെ അവസ്ഥ മുൻപ് ഫെഡറൽ ബാങ്കിൽ ചാലക്കുടിയിൽ പ്രതിക്ക് ഒരു ശാഖയുണ്ട്. അപ്പോൾ അതിൽ നിന്നുമാണ് ആ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായി തന്നെ പ്രതി മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ പോട്ട ബാങ്കിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പ്രതി ഉപയോഗിച്ചത് ഈ എക്സ്പയർ ആയിട്ടുള്ള ഒരു ATM കൊണ്ടുവന്ന് അതിൽ പണം എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതി ബാങ്കിലേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് ആ ബാങ്കിന്റെ ഒരു മൊത്തത്തിൽ ഒരു രൂപം മനസ്സിലാക്കിയെടുക്കുന്നു. ഈ 2 മണി മുതൽ 2:30 വരെ ഫെഡറൽ ബാങ്കിന്റെ ഭക്ഷണം കഴിക്കുന്ന സമയമാണെന്ന് മുൻപുള്ള തന്റെ അക്കൗണ്ടുള്ള ചാലക്കുടി ബാങ്കിൽ നിന്നും പ്രതിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രതി ഈ ദിവസം തെരഞ്ഞെടുക്കുന്നത്. ആ ദിവസം തെരഞ്ഞെടുക്കലിൽ പോലും കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം രണ്ടാം വെള്ളിയാഴ്ച ആകുമ്പോൾ പോട്ടപ്പള്ളിയിൽ തിരക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പോട്ടപ്പള്ളിയിൽ വിവാഹവും മറ്റുപോലെ ചടങ്ങുകളൊക്കെ ഉണ്ടാകുന്നത് 1ഉം 3ഉം വെള്ളിയാഴ്ചകളിലാണ്, 2ഉം 4ഉം വെള്ളിയാഴ്ചകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതി തിരക്കുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതി ഈ രണ്ടാം വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുന്നത്. അത് ഉള്ളിലേക്ക് കയറുന്നു, കിട്ടിയ പണം എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ബാഗിലേക്ക് നിറച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതിനൊക്കെ കാരണം, അതായത് ഈ കവർച്ചയ്ക്ക്, വലിയൊരു ബാങ്ക് കവർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് എന്ന് പറഞ്ഞത് പ്രതിയുടെ സാമ്പത്തിക ബാധ്യതകൾ തന്നെയാണ്. അതായത് പ്രതിക്ക് 40 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഭാര്യ ഗൾഫിലാണ്, നല്ല ജോലിയുണ്ട്. ആ ജോലിയിൽ നിന്ന് ചെയ്ത് അയക്കുന്ന പണമൊക്കെ തന്നെ പ്രതി ഇവിടെ ദൂർത്തടിച്ചു. മദ്യപിച്ചൊക്കെ തന്നെയാണ് കൂടുതലും പണം ദൂർത്തടിക്കുന്നത്. വലിയ രീതിയിലുള്ള പണം ദൂർത്തടിക്കുന്നു. 2 വർഷം മുമ്പ് ഒരു ആഡംബര വീട് വാങ്ങുന്നു. അതിന്റെയൊക്കെ തന്നെ ഒരു കടബാധ്യത പ്രതിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ആശ്വാസം എന്ന നിലയ്ക്കാണ് പ്രതി ഈ 15 ലക്ഷം രൂപ, അത് കിട്ടിയ പണമാണ്, ഒരു 3 കെട്ട് കയ്യിലൊതുങ്ങിയ പണമാണ് എടുത്തിരിക്കുന്നത്. അത് 15 ലക്ഷം രൂപയായിരുന്നു എന്നുള്ളതാണ്. അതിൽ കുറച്ചൊക്കെ പണം പോലീസിന് ലിക്കോറായിട്ടുണ്ട്. അതിൽ ഒരു 3 ലക്ഷത്തോളം രൂപ, 2,90,000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു എന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല സ്ഥലത്തായി പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന മൊഴി കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ റിക്കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ ഒരു ആസൂത്രിതമായ ഒരു മോഷണം, അതായത് ഒരാഴ്ച മുമ്പ് പ്രതി ഇതിന് പദ്ധതിയിടുന്നു. ദിവസങ്ങൾ തീരുമാനിക്കുന്ന 4 ദിവസം മുമ്പാണ്, 3 ദിവസം മുമ്പ് ബാങ്കിലേക്ക് എത്തുന്നു. അങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണം, അതായത് പ്രതിക്ക് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അതായത് ആദ്യം ഇതൊരു മൊത്തത്തിലൊരു പ്ലാനിങ്, അതിനുശേഷം ഉള്ളിലേക്ക് വരാനൊരു പ്ലാന്, പുറത്തേക്ക് പോകാനൊരു പ്ലാന്, രക്ഷപ്പെടാനൊരു പ്ലാന്, അങ്ങനെ കൃത്യമായ ഒന്നിലധികം പ്ലാനുകൾ ചെയ്തുകൊണ്ടുള്ള നടത്തിയ ഒരു കവർച്ച തന്നെയാണ് ഇത് എന്നുള്ളതാണ്. ഏതായാലും പ്രതി ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്നൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്നാണ് പ്രതി പറയുന്നത്. അതായത് പ്രതിക്ക് പോലീസ് ഈ SP നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതി ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതിയുടെ മുഖത്ത് ഒരു ഞെട്ടലായിരുന്നു ഈ പോലീസ് സംഘം അവിടേക്ക് എത്തുമ്പോൾ ഉണ്ടായത്. അതായത് കൃത്യമായ ആസൂത്രണം, തന്റെ കണ്ണിന്റെ ഒരു നോട്ടം, അതായത് CCTV ക്യാമറകളിൽ കണ്ണിന്റെ ഒരു കൃഷ്ണമണിയുടെ ഒരു നോട്ടം കൃത്യമായി ലഭിക്കാതിരിക്കാൻ മാസ്ക് അടക്കം ധരിച്ചുകൊണ്ടുള്ള മോശമായിരുന്നു. ഒരു ഘട്ടത്തിലും പ്രതി ഈ ഗ്ലൗസും മാസ്കും ഒക്കെ ധരിച്ചു. തൃശ്ശൂരിൽ വളരെ ആസൂത്രിതമായാണ് കൊള്ള നടന്നത്. ഒരു മുഖം പോലും ഇല്ലാതിരുന്ന പ്രതിയിലേക്ക് കൃത്യമായ പ്ലാനിങ്ങോടെ നടന്ന ഒരു കവർച്ചയിലേക്ക് കേരള പോലീസ് എത്തിയിരിക്കുകയാണ്. K. അഖിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.